സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ യശോദ ഉരലിൽ കെട്ടിയിട്ട കഥയറിയാമോ? ഒരു ദിവസം യശോദ തന്റെ ദാസികളെയെല്ലാം ഓരോ ജോലി ചെയ്യുവാൻ ഏൽപ്പിച്ചതിനു ശേഷം തൈര് കടയുവാൻ ആരംഭിച്ചു. അതേസമയം അവിടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ ഓടി വന്ന് യശോദയുടെ മടിയിലിരുന്ന് മുല കുടിക്കുവാൻ തുടങ്ങി. അപ്പോൾ അടുപ്പത്തിരുന്ന പാൽ തിളച്ച് പതഞ്ഞ് പൊങ്ങിപ്പോകുന്നത് കണ്ട യശോദ ഉണ്ണിക്കണ്ണനെ ബലമായി മടിയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി പാൽ ഇറക്കി വെക്കുവാൻ പോയി. എന്നാൽ മുല കുടിച്ച് തൃപ്തനാവാതിരുന്ന ഉണ്ണിക്കണ്ണൻ ദേഷ്യത്തിൽ അടുത്തിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് തൈര് നിറച്ചു വെച്ചിരുന്ന കുടത്തിന് മുകളിലേക്ക് എറിഞ്ഞ് ആ കുടം പൊട്ടിച്ചു. കുടം പൊട്ടി വെണ്ണയും തൈരും 4 ഭാഗവും തെറിച്ചു. ശേഷം ഉണ്ണിക്കണ്ണൻ അതിന്റെ മുകളിൽ കയറിയിരുന്ന് നിലത്ത് വീണ വെണ്ണ നക്കി തിന്നുകൊണ്ട് അവിടെ നിന്നും എണീറ്റ് മുറ്റത്തേക്കോടി. യശോദ തിരികെ വന്നപ്പോൾ പൊട്ടിക്കിടക്കുന്ന തൈരുകുടം കണ്ട് കോപിച്ച് ഒരു ചൂരലുമായി കണ്ണനെ ശാസിക്കാൻ മുറ്റത്തേക്ക് വന്നു. യശോദയെ കണ്ടപ്പോൾ കയ്യിൽ കിട്ടിയാൽ അടി കിട്ടും എന്ന കാര്യം മനസ്സിലാക്കിയ കണ്ണൻ ഓടുവാൻ ആരംഭിച്ചു. യശോദയും പുറകെ ഓടി. എന്നാൽ എത്ര ഓടിയിട്ടും യശോദയ്ക്ക് കണ്ണനെ പിടിക്കാൻ സാധിച്ചില്ല. ഓടി ഓടി തന്റെ അമ്മ തളർന്നു എന്ന് മനസ്സിലാക്കിയ കണ്ണൻ യശോദയ്ക്ക് പിടികൊടുത്തു. കയ്യിൽ കിട്ടിയ കണ്ണനെ ശാസിച്ചുകൊണ്ട് യശോദ മുറ്റത്ത് കിടന്നിരുന്ന ഒരു ഉരലിൽ കണ്ണനെ ബന്ധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ബന്ധിക്കാൻ എടുത്ത കയറിന് നീളം തികയാതെ വന്നു. അപ്പോൾ യശോദ മറ്റൊരു കയറും എടുത്തു കൂട്ടിക്കെട്ടി. എന്നിട്ടും കണ്ണനെ ബന്ധിക്കാനുള്ള നീളം അതിന് തികഞ്ഞില്ല. ആകെ ആശയക്കുഴപ്പത്തിലായ യശോദയുടെ മുഖം കണ്ടപ്പോൾ കണ്ണൻ കനിഞ്ഞു. അങ്ങനെ കയറിന് നീളവും തികഞ്ഞു. അങ്ങനെ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട് യശോദ മറ്റു ജോലികൾ ചെയ്യുവാൻ അകത്തേക്ക് പോയി. എന്നാൽ ഉണ്ണിക്കണ്ണനാവട്ടെ തന്റെ ചെന്താമര നയനങ്ങൾ വിടർത്തി ചുറ്റിലും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ഉരലും വലിച്ചുകൊണ്ട് നടക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് കണ്ണൻ 2 മരങ്ങൾക്കിടയിലൂടെ പോവാൻ തുടങ്ങി. എന്നാൽ ഉരൽ വൃക്ഷങ്ങൾക്കിടയിൽ കുടുങ്ങി. ദേഷ്യം വന്ന കണ്ണൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഉരലിൽ കെട്ടിയ കയർ വലിച്ചപ്പോൾ ആ 2 മരങ്ങൾ വേരോടെ പിഴുതു വീഴുകയും ആ 2 വൃക്ഷങ്ങളിൽ നിന്ന് 2 ദേവന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവർ 2 പേരും കുബേരന്റെ പുത്രന്മാരായ നളകൂവരനും മണിഗ്രീവനുമായിരുന്നു. നാരദ മഹർഷിയുടെ ശാപത്താൽ അവർ മരുതുമരങ്ങളായി തീരുകയും ശാപമോക്ഷത്തിനായി ദ്വാപരയുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഭഗവാൻ വിഷ്ണു കൃഷ്ണൻ എന്ന നാമത്തിൽ അമ്പാടിയിൽ വരുമ്പോൾ ശിശുരൂപത്തിൽ അദ്ദേഹം നിങ്ങൾക്ക് ശാപമോക്ഷം നൽകും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ശാപമോക്ഷം ലഭിച്ച ദേവന്മാർ കൃഷ്ണനെ സ്തുതിച്ച ശേഷം അവിടെ നിന്നും ദേവലോകത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു.